എളുപ്പത്തിൽ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട്, അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ തുറക്കല്ലേ, ഉപ്പുമാവൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ അതിൽ കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, പൊട്ടുകടല, അത് 3ഉം കൂടിയിട്ട് ആദ്യം നമ്മൾ വറുത്തെടുക്കുക. അതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരിയും കൂടിയിട്ട് അതും കൂടി ആയി കിട്ടുമ്പോൾ നമുക്കത് വാങ്ങി വയ്ക്കാം. ഉപ്മാവ് പൊതുവെ എല്ലാവർക്കും ദേഷ്യമാണ് വീട്ടിൽ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാൻ റവ നന്നായി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വറുത്ത റവ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ വറക്കും, എന്നാലാണ് ഉപ്മാവിനൊരു ടേസ്റ്റ്. ഇതിലേക്ക് 1 സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കൊരു സ്പൂണ് കടുക്, അത് പൊട്ടി വരുമ്പോൾ 1 സ്പൂണ് ഉഴുന്നും പരിപ്പ്, പിന്നെ 2 സവാള, അത് നമ്മൾ വാട്ടി എടുക്കുക. അപ്പോൾ പെട്ടെന്ന് വാടി വരാനായിട്ട് നമുക്ക് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ്. ഇനി അതിലേക്കൊരു ചെറു കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു പോലത്തെ കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളകും ഞാൻ കീറിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇട്ട് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കും. അപ്പോൾ ഞങ്ങൾക്ക് ക്യാരറ്റ് ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ക്യാരറ്റായി വന്നിട്ട് അതിലേക്ക് ഞാൻ 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഉപ്മാവിനൊരു കളർ കിട്ടാനും ഈ പച്ചക്കറി ചേർക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒക്കെ ഇതുണ്ടെങ്കിൽ പോകാനും, കുട്ടികളൊക്കെ കൊടുക്കണതല്ലേ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് കേട്ടോ. ക്യാരറ്റും വൈറ്റമിൻ സി ഒക്കെ അല്ലേ. നെയ്യ് കുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്. ഈ നട്ട്സൊക്കെ കുട്ടികൾക്ക് അത്യാവശ്യ ഘടകങ്ങളാണ്. അപ്പോൾ ഞാൻ കപ്പിൻ്റെ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് കറണ്ട് പെട്ടെന്ന് പോയതുണ്ട്. അപ്പോൾ അത് ഇനി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്മാവാണ്. അപ്പോൾ ഉപ്മാവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ ആ നട്ട്സൊക്കെ വറുത്തിട്ട് കൊടുക്കാം. അതൊന്നും കൂടി അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിൽ മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇടാറുണ്ട്. സ്വല്പം മല്ലിയില ഇട്ടിട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കും. എന്നിട്ട് തുറന്നെടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവും ഹെൽത്തിയാണിത്. വേണ്ട മൊത്തത്തിൽ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. നെയ്യാണെങ്കിലും നട്ട്സ് ആണെങ്കിലും ക്യാരറ്റ്